ഒരു കിച്ചൺ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പെർഫെക്റ്റ് കിച്ചൺ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് നോക്കാം. ഒന്നാമതായിട്ട് വരുന്നത് കിച്ചൺ വർക്ക് ട്രയാങ്കിൾ ആണ്. കിച്ചൺ വർക്ക് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിലെ റെഫ്രിജറേറ്റർ, അടുപ്പ്, അതേപോലെ തന്നെ സിങ്ക്, ഇവ മൂന്നും ഒരു ത്രികോണത്തിന്റെ 3 കോർണറിലായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ കിച്ചൺ ഒരു പ്രോപ്പർ ആയിട്ടുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിച്ചൺ ആയി മാറ്റാൻ സാധിക്കും. ഇതിലൊരു കാര്യം കൂടിയുണ്ട്. കിച്ചണിന്റെ ഈ ഒരു ട്രയാങ്കിളിന്റെ ഓരോ വശത്തിന്റെയും നീളം എന്ന് പറയുന്നത് ഒരു 4 അടി മുതൽ 9 അടിയുടെ ഉള്ളിൽ വരുന്ന രീതിയിലാണ് നിങ്ങൾ കിച്ചൺ ഡിസൈൻ ചെയ്യുന്നത് എങ്കിൽ കിച്ചണിൽ നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും. പല വീടുകളിലുള്ള ഒരു പ്രശ്നമാണ് കിച്ചണിൽ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ റെഫ്രിജറേറ്റർ എല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ വർക്ക് ചെയ്യുന്നത് വർക്ക് ഏരിയയിൽ വെച്ചിട്ടാണ്. അപ്പൊ നമ്മുടെ വർക്ക് ഏരിയയിൽ നിന്ന് കിച്ചണിൽ വന്ന് വേണം ഇപ്പൊ നമ്മുടെ റെഫ്രിജറേറ്ററിൽ നിന്ന് ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു വെജിറ്റബിളോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അത്രയും എഫേർട്ട് അല്ലെങ്കിൽ അത്രയും ടൈം കൺസ്യൂം ആവുന്നുണ്ട്. അതുകൊണ്ട് കിച്ചൺ വർക്ക് ട്രയാങ്കിൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യണം. എവിടെയാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, ഏത് ഭാഗമാണ് നിങ്ങൾ കിച്ചണിൽ, അതായത് വർക്ക് ഏരിയ ആണോ, കിച്ചണിലാണോ, അല്ലെങ്കിൽ നമ്മൾ മോഡുലാർ കിച്ചണിലാണോ യൂസ് ചെയ്യുന്നത്, എവിടെയാണെങ്കിലും ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ റെഫ്രിജറേറ്റർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു കിച്ചൺ ട്രയാങ്കിൾ ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സൂര്യപ്രകാശം കിച്ചണിലേക്ക് എത്തുന്ന രീതിയിൽ സൂര്യൻ ഉദിക്കുന്ന ഭാഗത്ത് ആവണം കിച്ചൺ എന്നൊക്കെ പറയാറുണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വളരെയധികം സൂക്ഷ്മമായിട്ടുള്ള അണുക്കൾ ഉണ്ടാവുന്ന ഒരു ഭാഗമാണ് കിച്ചണ്. ഈ ഒരു കിച്ചണ് കിഴക്ക് ഭാഗത്താകുന്ന സമയത്ത് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ഈ അണുക്കൾ നശിച്ചു പോകും എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ള സയൻസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സൂര്യപ്രകാശം കിച്ചണിലേക്ക് ലഭിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് കിച്ചണിലുള്ള സ്റ്റോറേജിനെ കുറിച്ചാണ്. കിച്ചണിൽ നമ്മളൊരു സ്റ്റോറേജ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മുടെ കിച്ചണിന്റെ ക്യാബിനറ്റ്സോ അല്ലെങ്കിൽ കിച്ചണിന്റെ പ്ലാനിങ്, അതായത് നമ്മുടെ ഫ്ലോർ പ്ലാൻ നിർമ്മിക്കുന്ന സമയത്ത് തന്നെ കിച്ചണിൽ എത്രത്തോളം സ്റ്റോറേജ് വേണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. അതായത് നിങ്ങളുടെ കിച്ചണിൽ എത്ര പോട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര കട്ട്ലറീസ് വേണം, എത്ര പ്ലേറ്റ് ട്രേ വേണം എന്നുള്ള, അതായത് എന്തൊക്കെയാണോ നിങ്ങളുടെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള ആക്സസറീസ് അല്ലെങ്കിൽ എന്തൊക്കെ ആണ് നിങ്ങളുടെ കിച്ചണിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതിനനുസരിച്ച് അതിന് എത്രയാണ് എണ്ണം വരെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കി ആ എണ്ണത്തിനനുസരിച്ചിട്ടുള്ള സ്റ്റോറേജ് കിച്ചണിലേക്ക് നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ ഓർഗനൈസ്ഡ് ആയിട്ടില്ലാത്ത ഒരു കിച്ചൺ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതായത് പല ഭാഗത്തും സ്റ്റോറേജ് ഉണ്ടാവില്ല. ഇതൊക്കെ കൺസിഡർ ചെയ്ത് അതൊരു ഡിസൈനറുമായിട്ട് ചർച്ച ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള സ്റ്റോറേജ് കിച്ചണിലേക്ക് നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് കിച്ചൺ ഹോബുകളെ കുറിച്ചാണ്. ഹുഡ് ഹോബ് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത്, കിച്ചണിലെ അടുപ്പും ചിമ്മിയും സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കിച്ചണിലെ ഹുഡിന്റെയും ഹോബിന്റെയും വിഡ്ത് എന്ന് പറയുന്നത് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെക്ഷൻ, അതായത് ഇതിൽ നിന്ന് വരുന്ന സ്മെല്ലായാലും സ്മോക്ക് ആയാലും ഇതിനൊക്കെ കറക്റ്റ് ആയിട്ട് അതിനെ ഇൻടേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കിച്ചണിലെ ഹുഡിന്റെയും ഹോബിന്റെയും സൈസ് അല്ലെങ്കിൽ വിഡ്ത് എന്ന് പറയുന്നത് ഈക്വൽ ആക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചിമ്നിയിൽ നിന്ന് പോകുന്ന ഡക്റ്റിന്റെ ലെങ്ത് എത്ര കുറയുന്നുണ്ടോ അത്രത്തോളം തന്നെ ഈ ഒരു സെക്ഷൻ കപ്പാസിറ്റി, അതായത് ഈ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു ചിമ്നിയുടെ പ്രവർത്തനത്തിന് എത്രത്തോളം ഡക്റ്റിന്റെ സൈസ് ലെങ്ത് കുറയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. അതായത് പരമാവധി നിങ്ങളുടെ ഈ ഒരു ഡക്റ്റിന്റെ ലെങ്ത് കുറയ്ക്കുകയാണെങ്കിൽ പരമാവധി ഈ ഒരു സെക്ഷൻ കപ്പാസിറ്റി ലഭിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അതോടെ തന്നെ പല കമ്പനികൾക്കും ഈ അടുപ്പിന്റെയും ചിമ്നിയുടെയും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് വ്യത്യസ്ത കമ്പനികൾക്ക് അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പനി എത്രയാണോ ഈ ഒരു രണ്ട് ഹുഡും ഹോബും തമ്മിലുള്ള അകലം എത്രയാണോ പറയുന്നത് എന്ന് മനസ്സിലാക്കി ആ ഒരു ഡിസ്റ്റൻസ് തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള സെക്ഷൻ കപ്പാസിറ്റി ലഭിക്കാതിരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ചിമ്മിനിയുടെ മുകളിലേക്ക് ഒരുപാട് ഓയിലൊക്കെ തെറിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഓയിലിനെ പെട്ടെന്ന് തന്നെ ഫയർ ജനറേറ്റ് ചെയ്യാനൊക്കെ കാരണമാകും എന്നുള്ളത് കൊണ്ട് തന്നെ പരമാവധി ഈ ഹുഡും ഹോബും തമ്മിലുള്ള അകലം കമ്പനി എത്രയാണോ പറയുന്നത് അതിനനുസൃതമായിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കിച്ചണിൽ ലൈറ്റ് നൽകുന്ന സമയത്ത് അല്ലെങ്കിൽ ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സീലിംഗിൽ ധാരാളമായിട്ടുള്ള ലൈറ്റുകൾ കൊടുക്കാറുണ്ട്. എന്നാൽ സീലിംഗിൽ കൊടുക്കുന്ന ലൈറ്റുകൾ ഒരുപാട് നൽകുന്നതിന് പകരമായിട്ട് നമ്മുടെ കിച്ചൺ ക്യാബിനറ്റ്, അതായത് അപ്പർ യൂണിറ്റിന്റെ അടിഭാഗത്തായിട്ട് ഒരു സ്ട്രിപ്പ് ലൈറ്റോ അല്ലെങ്കിൽ സ്പോട്ട് ലൈറ്റുകളോ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചന്റെ കൗണ്ടർ ടോപ്പിന്റെ മുകളിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചം ലഭിക്കും. ഇനി നിങ്ങൾ സീലിംഗിലാണ് ധാരാളം ലൈറ്റ് കൊടുക്കുന്നത് എങ്കിൽ നമ്മളൊരു വ്യക്തി അവിടെ നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു നിഴല് രൂപപ്പെടും എന്നുള്ളതല്ലാതെ കിച്ചണിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രവർത്തനം, അതായത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് ലഭിക്കില്ല. കാരണം അപ്പർ ക്യാബിനറ്റിന്റെ ഒരു മറവ് അവിടെ വരും. അതോടൊപ്പം തന്നെ നമ്മൾ എന്ന വ്യക്തി അവിടെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളൊരു നിഴലും വന്നു കഴിഞ്ഞാൽ ഒരു കൗണ്ടർ ടോപ്പിന്റെ മുകളിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റ് ലഭിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, കിച്ചൺ ലൈറ്റ് സീലിംഗിൽ കൊടുത്തോളൂ. അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ലൈറ്റുകൾ നമ്മുടെ കിച്ചന്റെ അപ്പർ യൂണിറ്റിന്റെ അടിഭാഗത്തായിട്ട് നൽകുക. ഇതിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക്കൽ പോയിന്റുകൾ നമ്മളുടെ കൺസ്ട്രക്ഷൻ വർക്ക്, ബിൽഡിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന സമയത്ത് തന്നെ ചെയ്തു വെക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രീഷ്യനോട് ആവശ്യപ്പെടുകയും ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ കൗണ്ടർ ടോപ്പിന് ഒരുപാട് മെറ്റീരിയൽസ് വരുന്നുണ്ട്. കോഡ് സ്റ്റോൺ, നാനോ വൈറ്റ്, അതേപോലെ തന്നെ സോളിഡ് അക്രിലിക് ആയിട്ടുള്ള നമ്മുടെ കൊറിയൻ ടോപ്പുകൾ, ഗ്രാനൈറ്റ്, മാർബിൾ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മെറ്റീരിയൽസ് പണ്ട് മുതൽക്കും ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഈ നമ്മളെ പൊതുവെ നമ്മുടെ കിച്ചണിൽ നമ്മുടെ മലയാളീസ് അല്ലെങ്കിൽ ഇന്ത്യൻസിന്റെ ഒരു കുക്കിംഗ് രീതി എന്ന് പറയുന്നത് ഒരുപാട് സ്പൈസസും ഒരുപാട് കുറച്ച് റഫായിട്ടുള്ള ഒരു യൂസ് ആയതുകൊണ്ട് തന്നെ പരമാവധി നമ്മുടെ കിച്ചണിൽ നമുക്ക് ഏറ്റവും റഫായിട്ട് യൂസ് ചെയ്യുന്ന ഭാഗമാണ് എങ്കിൽ തീർച്ചയായിട്ടും ഗ്രാനൈറ്റ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിന് പകരം നമ്മൾ കോഡ് സ്റ്റോണോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കിച്ചണിൽ ഡാമേജസ്, അതായത് നമ്മൾ റഫ് യൂസ് കൊണ്ട് സ്റ്റെയിന് വരാനും അല്ലെങ്കിൽ ബേൺ മാർക്സ് വരാനും ഒക്കെ ഉള്ള സാധ്യത ഒരുപാട് കൂടുതലായതുകൊണ്ട് തന്നെ പരമാവധി ഗ്രാനൈറ്റ് തന്നെയാണ് ഇന്ത്യൻ കിച്ചണുകൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാത്തൊരു കിച്ചൺ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ സെൻസിറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഭാഗങ്ങളിൽ പരമാവധി ഗ്രാനൈറ്റ് തന്നെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കിച്ചൺ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ഇൻഫർമേഷൻസ്, ഇന്റീരിയർ റിലേറ്റഡ് ആയിട്ടുള്ള വളരെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇൻഫർമേഷൻസ് തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് റീലുകളായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് നൽകുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ സ്കെച്ചസ് ബൈ ഡാനിഷ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻസ് റീൽസുകളായിട്ട് ലഭിക്കുന്നതാണ്. സോ വീഡിയോ കണ്ടതിന് സന്തോഷം. താങ്ക് യു സോ മച്ച്.